നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് മലപ്പുറത്തും NIA റെയ്ഡ്. തെലങ്കാനയിലെ UAPA കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ്. മനുഷ്യാവകാശ പ്രവർത്തകൻ CP റഷീദിന്റെ സഹോദരൻ ഇസ്മായിലിന്റെ യാക്കരയിലെ ഫ്ളാറ്റിലും CP റഷീദിന്റെ പാണ്ടിക്കാട്ടുള്ള വീട്ടിലുമാണ് പരിശോധന. ഇസ്മായിലിന്റെ മൊബൈൽ ഫോൺ NIA സംഘം പിടിച്ചെടുത്തു. ഹൈദരാബാദിൽ നിന്നുള്ള സംഘമായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഹൈദരാബാദിൽ മാവോയിസ്റ്റ് പ്രവർത്തകൻ 2023 അറസ്റ്റിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധന നടന്നതെന്നാണ് NIA സംഘത്തിൽ നിന്നും കിട്ടുന്ന വിവരം. പാണ്ടിക്കാട് നിന്ന് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി, പുരോഗമന യുവജന പ്രസ്ഥാനം എന്നിവയുടെ നോട്ടീസുകളും ലഘുലേഖയും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. അതേസമയം മറ്റൊരു സംഭവത്തിൽ കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ട റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവ് വിധിച്ച് കോടതി. കൊച്ചി NIA കോടതിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ പ്രകാരം 25 വർഷം കഠിന തടവുണ്ട്. എങ്കിലും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. 1,25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 4 വർഷം പ്രതി ജയിലിൽ കഴിഞ്ഞ കാലാവധി ശിക്ഷയിൽ ഇളവ് ചെയ്യും. ശ്രീലങ്കയിലെ സ്ഫോടന പരമ്പരയുടെ സൂത്രധാരനുമായി ചേർന്ന് റിയാസ് അബൂബക്കർ കേരളത്തിൽ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തെന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. 2018 മെയ് 15 റിയാസ് അബൂബക്കറിനെ IAS ബന്ധം ആരോപിച്ച് NIA അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ പക്കൽ നിന്നും നിരവധി ഡിജിറ്റൽ തെളിവുകൾ അറസ്റ്റിന്റെ സമയത്ത് പിടിച്ചെടുത്തിരുന്നു. വിധിയിൽ ഇതും നിർണായകമായി മാറി. റിയാസ് അബൂബക്കറിനായുള്ള കേസ് ശ്രീലങ്കൻ സ്ഫോടന പരമ്പരയുടെ ആസൂത്രകനുമായി ചേർന്ന് കേരളത്തിൽ തീവ്രവാദ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു എന്നാണ്. ഇതിനു പുറമെ ഇയാൾ സ്വയം ചാവേറാകാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് NIA കണ്ടെത്തൽ. ഭീകരാക്രമണത്തിനായി കേരളത്തിൽ നിന്ന് യുവാക്കളെ റിയാസ് സോഷ്യൽ മീഡിയ വഴി സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനായുള്ള തെളിവുകളിൽ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് NIA വ്യക്തമാക്കി. ശ്രീലങ്കൻ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത നാഷണൽ തൗഹീദ് ജമാഅത്ത് നേതാവ് സഹ്റാൻ ഹാഷിമുമായി ചേർന്ന് കേരളത്തിലും ചാവേർ ആക്രമണവും സ്ഫോടന പരമ്പരയും നടത്താൻ റിയാസ് ഗൂഢാലോചന നടത്തിയെന്നാണ് NIA കേസ്. പ്രതിയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളും വീട്ടിൽ നിന്ന് റെയ്ഡിനിടെ പിടികൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടക്കമുള്ളവയാണ് തെളിവായി NIA കോടതിയിൽ ഹാജരാക്കിയത്. സോഷ്യൽ മീഡിയയിൽ ഹാഷിമുമായി റിയാസ് ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് NIA പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.